ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രോപൊലീത്ത ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഞങ്ങൾ തൃശൂറുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല. പോലീസിൽ അറിയിക്കണോ എന്നാണ് ആശങ്ക. മൂർച്ചയുള്ള വാക്കുകളായിട്ടും മറുപടി നൽകി സംഗതി വഷളാക്കേണ്ടെന്നാണ് BJPയുടെ തീരുമാനം. ഞാൻ കേട്ടു, പിതാവിനോട് ഞാൻ സംസാരിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അതിന്റെ ഒരു ഗൗരവത്തിൽ കൂടിയേ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി കാണുന്നുള്ളൂ. ഞാൻ പറയല്ലോ, അതിൽ മറുപടി പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെയും കരുതുന്നില്ല. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ കേരളത്തിലെ സഭകളുമായി ബന്ധം വഷളായിരിക്കുന്ന BJPക്ക് അതിനിടെ KSUവിന്റെ വക ഒരു തള്ളുകൂടി കിട്ടിയിട്ടുണ്ട്. മിലിത്തിയോസ് മെത്രോപൊലീത്തയുടെ ആശങ്ക KSU ജില്ലാ പ്രസിഡന്റ് അങ്ങ് പ്രാവർത്തികമാക്കി. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ഗോകുൽ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഈ പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ ഒരാൾക്കും ഇദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ എന്ന് വരും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. BJPയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രത്തെ അനുകൂലിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം വിമർശനമുയർത്തിയ തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയെ ഒന്ന് കുടഞ്ഞിട്ടുണ്ട് DYFI സംസ്ഥാന സെക്രട്ടറി. ജയിലിൽ കിടന്നപ്പോഴാണ് നിയമങ്ങൾക്ക് ബോധോദയമുണ്ടായത്. അതുവരെ ആര് നല്ലതായിരുന്നു? ഹിറ്റ്ലർ നല്ലവനായിരുന്നു. ഏതാണ്ട് പാംപ്ലാനി പിതാവെല്ലാം നിയോമുളരുടെ അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. സനോജിന്റെ വിമർശനം ഏറ്റെടുത്ത സഭയുടെ സംരക്ഷകനാകാൻ BJPയുടെ ശ്രമം മറുവശത്ത്. ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് DYFIയും CPMുമാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.